അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് 5 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒരുപാട് പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകളും കലഹങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ലഭിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മത്സരബുദ്ധിയുണ്ട്. ഇത്തരം കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ ധൈര്യത്തോടെ നേരിടണം. കൂടെയുള്ളവരുടെ വ്യൂ പോയിൻ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവുന്നൊരു കണ്ടീഷൻ വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. ഈ പ്രശ്നത്തിന് ഏറ്റവും നന്നായി നേരിടാൻ നിങ്ങൾക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി സഹായിക്കും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ ഗ്രൗണ്ടഡായ, വളരെ വിസ്ഡമുള്ളൊരു വ്യക്തിയാണ്. വളരെ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ഹാർമണി ഇതെല്ലാമാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നിങ്ങൾക്ക് നൽകുന്നത്. ഈ സിറ്റുവേഷൻ വളരെ കാം മൈൻഡോട് കൂടി ബുദ്ധിപൂർവ്വം ആലോചിച്ച് വളരെ പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ തീർച്ചയായും സാധിക്കും. അതുവഴി മൊത്തത്തിൽ എല്ലാവർക്കും നല്ലൊരു പരിണാമം ഉണ്ടാവാനാണ് സാധ്യത. 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 7 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം, ഡിറ്റർമിനേഷൻ, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു താല്പര്യം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾ സ്ട്രോങ് ആയി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ച് നിൽക്കണം. ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഒരു പരിധിക്കപ്പുറം ഒരാളെയും നിങ്ങൾ കീഴ്പ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. സ്വന്തം കഴിവിൽ വിശ്വസിക്കണം. അതുവഴി നിങ്ങൾക്ക് തടസ്സങ്ങൾ അതിജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയിൽ എത്താൻ കഴിയും. നിങ്ങളുടെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് വഴി നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയും. കൂടെയുള്ളവർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോഴത്തെ താൽക്കാലിക സിറ്റുവേഷന് അപ്പുറമായി ദീർഘദൃഷ്ടിയോട് കൂടി കാര്യങ്ങൾ ചെയ്യുവാനും പ്ലാൻ ചെയ്യുവാനും പ്രാക്ടിക്കലായി നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിൽ കൂടുതൽ ഭാരം നിങ്ങളുടെ തലയിൽ എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ബേർഡൻസ് റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ്. കുറച്ച് ദിവസത്തെ ടെൻഷനും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒടുവിൽ നിങ്ങൾക്ക് ആഴ്ചയുടെ അവസാനത്തോടു കൂടി ഒരു റിലാക്സേഷൻ ലഭിക്കും. നിങ്ങൾ തീരുമാനിക്കും ഇത്രയൊന്നും ഭാരം നിങ്ങളായി തന്നെ ചുമലിലെടുക്കേണ്ടതില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അത് വിഭജിച്ച് നൽകി നിങ്ങൾ അല്പം വിശ്രമം കണ്ടെത്തണം എന്നാണ് പ്രപഞ്ചത്തിൻ്റെ നിർദ്ദേശം.